Dear students, Neet entrance examinu വേണ്ടി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 33 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്താൽ അറൗണ്ട് 38 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വി ക്യാൻ വെയിറ്റ് മിനിമം 1+ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ചാപ്റ്റർ. അതിനെ 2 സെക്ഷനുകളിലായിട്ടാണ് questions discuss here. So we can go with the first one. Question number 1 from 2019. A 800 turn coil of effective area 0.05 meter square is kept perpendicular to a magnetic field 5 into 10 to the power of -5 Tesla. When the plane of the coil is rotated by 90 degree around any of its coplanar axes in 0.1 second, the EMF induced in the coil will be. ആദ്യം നമുക്കറിയാം ഇ എം എഫ് എന്ന് പറയുന്നത് സിംപ്ലി വി ക്യാൻ സേ ഇ ഈസ് ഈക്വൽ ടു ആസ് മൈനസ് ഡെൽറ്റ ഫൈ ദാറ്റ് ഡിവിഷൻ ബൈ ഡെൽറ്റ ടി. സോ ദാറ്റ് ഈസ് ദ ആസ്പെക്ട്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇനിഷ്യലി ഇപ്പോൾ സപ്പോസ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കോയിലിൻ്റെ കൺസ്ട്രക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഏരിയ വെക്ടറുമായിട്ട് ആംഗിൾ ആദ്യത്തേത് 0 എന്നുള്ള കൺസെപ്റ്റിൽ എടുക്കാം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് ആസ് 90 ഡിഗ്രിയിലേക്ക് മാറുകയാണ്. അപ്പോൾ നമുക്ക് അറ്റ് ഫസ്റ്റ് വി ക്യാൻ ഫൈൻഡ് വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഫ്ലക്സ്. ഇപ്പോൾ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 5 - 5 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ രണ്ടാമത്തെ കേസിലെ കൺസെപ്റ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ബി ഡോട്ട് എ ആണ്, ബി എ കോസ് തീറ്റയാണ്. ഇവിടെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം എൻ ബി എ കോസ് നമ്മുടെ രണ്ടാമത്തെ ആംഗിൾ മൈനസ് എൻ ബി എ cos the first angle as theta 1. That is equal to, that is NBA into that cos 90, that much minus that cos that is 0. Cos 90 becomes 0, so that is equal to NBA into 0 minus 1, so minus NBA. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നത് മൈനസ് ഓഫ് ദാറ്റ് മൈനസ് എൻ ബി എ ദ ഡിവിഷൻ ബൈ ദാറ്റ് ടൈം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ടേൺസ് ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ആസ് 800 ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 5 × 10 to the power of -5 ആണ്. ഏരിയ ആസ് 5 × 10 to the power of -2 ദ ഡിവിഷൻ ബൈ ദാറ്റ് ടൈം ടി ഇറ്റ് ഈസ് ഗിവൺ ആസ് 0.1 second. So that is equal to we can say as 800, so 8 into 10 square, so that 10 square cancel, so 8 into 5 into 5 as a 25 into 10 to the power of -4. On solving we get the value as is equal to 0.02 volt. So that is taken as our D choice. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ആസ്പെക്റ്റാണ് ഈ കഴിഞ്ഞ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചിരിക്കുക. സോ വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 2. എ ലോങ് സോളിനോയിഡ് ഓഫ് ഡയമീറ്റർ 0.1 meter has 2 × 10 to the power of turns per meter. So n is given as 2 × 10 to the power of 4. Has the diameter that is 0.1, so radius എന്ന് പറയുന്നത് 0.05 ആയിരിക്കും. At the center of the solenoid a coil of 100 turns and radius 0.01 meter is placed. അപ്പോൾ നമുക്ക് ഒരു ബിഗ് സോളിനോയിഡ് ഈസ് there. അപ്പോൾ ഈ സോളിനോയിഡിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മുടെ ഒരു കോയിൽ ഈസ് there. ഓക്കെ ഫൈൻ. യെസ്, ആ കോയിലിൽ ആസ് ഇറ്റ് ഈസ് ഗിവൺ ആസ് 100 turns and with radius as 0.01 meter is placed with its axis coinciding with the solenoid axis. The current in the solenoid reduces at a constant rate from 0 to 4 ampere in 0.05 second. If the resistance of the coil that is given as R equal to
10 pi square ohm, then the total charge flowing through the coil is ടോട്ടൽ ചാർജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻ ദ കോയിലിനെ ബേസ് ചെയ്ത്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത്, അപ്പോൾ അതിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇ എം എഫ് നമുക്കറിയാമെങ്കിൽ നമുക്കറിയാം സിംപ്ലി ഇറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഡെൽറ്റ ഫൈ ദാറ്റ് ഡിവിഷൻ ബൈ ഡെൽറ്റ ടി. പക്ഷേ നമുക്കറിയാം ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഐ ഇൻറ്റു ദാറ്റ് റെസിസ്റ്റൻസ് ഓഫ് ദ കോയിലായിട്ട് നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഫൈ ബൈ ഡെൽറ്റ ടി. എന്താണ് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത്? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ചാർജിൻ്റെ രൂപത്തിലേക്ക് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം ആസ് ഡെൽറ്റ ഫൈ ബൈ ഡെൽറ്റ ടി. ടൈം നമുക്ക് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ വി ഗെറ്റ് ദാറ്റ് ചാർജ് ഇൻഡ്യൂസ്ഡ് അല്ലെങ്കിൽ ചാർജ് ഫ്ലോ ചെയ്യുക എന്ന് പറയുന്നത് അവിടുത്തെ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിവിഷൻ ബൈ ദാറ്റ് റേഡിയസ് ഓഫ് ദ കോയിൽ. ഇത് നമുക്ക് പല ക്വസ്റ്റ്യനുകളിലും ഉപയോഗിക്കേണ്ട ഒരു ആസ്പെക്റ്റാണ്. എപ്പോഴും ഓർക്കുക ദാറ്റ് ഇൻഡ്യൂസ്ഡ് ചാർജ് ഇൻ എ കോയിൽ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ ഫൈ ആണ്. അപ്പോൾ ആ ഡെൽറ്റ ഫൈവ് എന്ന് പറയുന്നത് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്, അതിന് റീസൺ സോളിനോയിഡ് ആണ് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ, അതാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ്. സോ വി ക്യാൻ ഫൈൻഡ് സി ഇപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ബേസ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ അത് രണ്ട് സിറ്റുവേഷനായിട്ട് നമ്മൾ എടുക്കുക. I1 ആൻഡ് I2 ആണെങ്കിൽ അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് B1 B2 ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ കോയിലുള്ള രണ്ട് സിറ്റുവേഷനിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് φ2 മൈനസ് φ1 ആയിട്ട് എടുക്കാം. എന്ന് പറയുമ്പോൾ ഓർക്കണം, ആ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് NC ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിൽ ആ സമയത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് B2 ആണെങ്കിൽ നമ്മുടെ കോയിലിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ നമ്മുടെ സോളിനോയിഡിൻ്റെ സെൻറ്ററിൽ വെച്ചിരിക്കുന്ന കോയിലിൻ്റെ ഏരിയ AC ആണെങ്കിൽ അവിടെ രണ്ടാമത്തെ കേസിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് അതായിട്ട് എടുത്താൽ ഫസ്റ്റ് കേസിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ ഇൻറ്റു B2 മൈനസ് B1. എന്താണ് B2 എന്ന് പറയുമ്പോൾ അറിയാം μ0 Ni ആണ് അല്ലേ, നമ്പർ ഓഫ് ടേൺസ് ഫോർ ദാറ്റ് സോളിനോയിഡ് ഇൻറ്റു കറണ്ട് ഫ്ലോയിങ് ഇൻ ദ സെക്കൻഡ് കേസ് മൈനസ് μ0 Ns ഇൻറ്റു I1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് NC AC അവിടെ കോമൺ ആയിട്ട് നമുക്ക് എടുക്കാം μ0 Ns ഇൻറ്റു I2 മൈനസ് I1. അപ്പോൾ ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ കോയിൽ എത്ര ടേൺസ് ആണുള്ളത്? 100 ആണ്. കോയിലിൻ്റെ ഏരിയ നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് പൈ ഇൻറ്റു അവൻ്റെ റേഡിയസ് 0.01 ആണ്. ദാറ്റ് ഈസ് 10 to the power of -2 സ്ക്വയർ ഇൻറ്റു നമുക്കറിയാം μ0യുടെ വാല്യൂ എന്ന് പറയുന്നത് 4π × 10 to the power of -7 ഇൻറ്റു ദാറ്റ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സോളിനോയിഡ് എന്ന് പറയുന്നത് 2 × 10 to the power of 4 ഇൻറ്റു ദാറ്റ് കറണ്ടിൽ ഉണ്ടാകുന്ന വ്യത്യാസം ദാറ്റ് ഈസ് I2 മൈനസ് I1. അപ്പോൾ അത് ആദ്യം I1 ആയിട്ട് 0 ആണ്, I2 ആയിട്ട് 4 ആണ്. സോ 4 മൈനസ് 0 ആണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഓൺ സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ കൺസെപ്റ്റ് എസ് ഇസ് ഈക്വൽ ടു ആസ് 10 to the power of -2 ഇൻറ്റു 16 പൈ സ്ക്വയർ ഇൻറ്റു 10 to the power of -3 ഇൻറ്റു 2. ഈ തരത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഡെൽറ്റ 5 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിളായിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ വി ഗെറ്റ് ദ വാല്യൂ ആസ് 16 ഇൻറ്റു 2 32 ഇൻറ്റു പൈ സ്ക്വയർ ഇൻറ്റു 10 to the power of -5 ദാറ്റ് ഡിവിഷൻ ബൈ ദാറ്റ് നമുക്ക് തന്നിരിക്കുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 പൈ സ്ക്വയർ ആയിട്ടാണ്. സോ പൈ സ്ക്വയർ ക്യാൻസൽ, വി ഗെറ്റ് ആസ് 32 മൈക്രോ കുളം. അപ്പോൾ ഇവിടെ രണ്ട് ആസ്പെക്ട്സുകൾ ഓർത്തിരിക്കണം. ഒന്ന്, സോളിനോയിഡിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, അതാണ് അവിടെ കോയിലിൽ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ ആ ഇക്വേഷനാണ് നമ്മളിവിടെ വ്യക്തതയോടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ വ്യത്യാസമാണ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF എന്ന് പറയുന്നത്. അത് ബേസ് ചെയ്ത് നമ്മൾ ചാർജിലേക്ക് വന്നത് ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് 2017 ചോദിച്ചത്.
We can go with the question number 3. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് ആൻസറിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക. Look, an electron moves on a straight line path xy as shown. The ABCD is a coil adjacent to the path of an electron. What will be the direction of the current, if any, induced in the coil? ഉറപ്പായിട്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറയുന്ന ഓരോ നിയമങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് ചാർജസിന് വേണ്ടിയാണെന്ന് മനസ്സിൽ ആദ്യം കൃത്യതയോടെ. അപ്പോൾ ഇലക്ട്രോൺ റൈറ്റ് വേർഡ്സ് മൂവ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദാറ്റ് പോസിറ്റീവ് ചാർജ് ഈസ് മൂവിങ് ഇൻ ദ ബാക്ക്വേർഡ്. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഇനി അതോടൊപ്പം തന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ ഈ ഒരു പൊസിഷൻ ബേസ് ചെയ്താൽ ചാർജ് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അതോടൊപ്പം തന്നെ റിലീവ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ ആ ചാർജ് നമ്മുടെ കോയിലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നത് കൂടുകയും അതിൽ നിന്ന് എവേ പോകുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നത് കുറയുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ, ഇലക്ട്രോൺ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ എടുത്താൽ റൈറ്റ് വേർഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജസ് ലെഫ്റ്റ് വേർഡാണ്. അപ്പോൾ ഇനി നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമ്മൾ യൂസ് ചെയ്താൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ലെഫ്റ്റ് വേർഡാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്താൽ കേളിംഗ് ഓഫ് ദ ഫിംഗേഴ്സ് ആണ്. അത് ആ കോയിലിൻ്റെ ഉള്ളിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞാൽ നോർത്ത് പോളുകൾ അതിലേക്ക് വരുന്നു എന്നൊരു ആസ്പെക്റ്റിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണുകൾ കോയിലിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മളുടെ എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ലിങ്ക് വിത്ത് ദ കോയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത് പോളുകൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ അതിനെ തടസ്സം ചെയ്യണം. അപ്പോൾ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത് നോർത്ത് പോളായിട്ട് മാറും എന്ന് പറയുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ആദ്യം എന്ന് പറയുന്നത് യെസ്, ദാറ്റ് ഈസ് ദ ABCD എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമുക്കെടുക്കാം. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. ഇനി ഇലക്ട്രോൺ പകുതി കഴിഞ്ഞ് മൂവ് ചെയ്യുമ്പോൾ നേരെ റിവേഴ്സായിട്ട് സൗത്ത് എന്നുള്ള കൺസെപ്റ്റിലും നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തതയോടെ നമുക്ക് വി ക്യാൻ കോഡ് ദ ആൻസർ ആസ് ദ സെക്കൻഡ് വൺ. അപ്പോൾ രണ്ട് ആസ്പെക്ട്സും അറ്റ് എ ടൈം. അപ്പോൾ ആ നിയമങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. എപ്പോഴും ലെൻസസോയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. അപ്പോൾ ആ ലെൻസസ് ലോ പറയുന്ന ആസ്പെക്റ്റ് എന്താണെന്ന് ഓർക്കുക. എപ്പോഴും അതിന് കാരണമായതിനെ അത് എതിർക്കും എന്നുള്ള കാര്യം. അപ്പോൾ നോർത്ത് പോൾ അതിലേക്ക് വരുന്നതിനെ നമ്മുടെ കോയിൽ റിപ്പൽ ചെയ്താൽ മാത്രമേ അത് ഇല്ലാതാക്കാൻ പറ്റൂ. അപ്പോൾ അതിനു വേണ്ടി അവിടെ നോർത്ത് പോൾ ആയിരിക്കും ആദ്യം ഇൻഡ്യൂസ് ചെയ്യുന്നത്. സോ വി ക്യാൻ ഗോ വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. വളരെ ഗുഡായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, എ തിൻ സെമി സർക്കുലർ കണ്ടക്ടിങ് റിംഗ് of radius r is falling with its plane vertical in a horizontal magnetic field. The potential difference across the ring when its speed is v. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു കോയിൽ വരുമ്പോൾ നോക്കണേ, ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ഇക്വേഷനാണ് ഈസ് ഈക്വൽ ടു VBL, L effective, that is the very important one into sin theta. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണ് ഇവിടെ L effective എടുക്കുന്നതിനുള്ള റീസൺ? അപ്പോൾ നമ്മുടെ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ എഫക്റ്റീവ് ആയിട്ട് അവിടുത്തെ കണ്ടക്ടർ എന്ന് പറയുന്നത് ഡയമീറ്ററിന് ഇക്വലൻ്റ് ആയിട്ട് മാറുകയാണ്. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ലുക്ക് ഹിയർ, സോ ഇറ്റ് ഈസ് VB ഇൻറ്റു L എഫക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ഡയമീറ്റർ ആയിട്ട് എടുത്താൽ അതോടൊപ്പം ദാറ്റ് കണ്ടക്ടർ ഫ്ലോസ് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് 90 ഡിഗ്രിയാണ്. സോ sin 90 become 1. അപ്പോൾ നമുക്ക് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് സിമ്പിളായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു 2R BV എന്നുള്ള കൺസെപ്റ്റിൽ ആൻസർ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എവിടെയാണ് ഹയർ പൊട്ടൻഷ്യൽ എന്നുള്ള കൺസെപ്റ്റ്? അപ്പോൾ നമ്മുടെ എപ്പോഴും ഇൻഡ്യൂസ്മെൻറ്റിന് നമ്മുടെ ഫ്ലെമിങ്സിൻ്റെ റൈറ്റ് ഹാൻഡ് റൂള് നമ്മൾ എപ്പോഴും ഓർമ്മയിരിക്കട്ടെ, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഇനി നമ്മൾ ഓർത്തിരിക്കുക ഇവിടെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ തരത്തിൽ നമ്മുടെ മൂവ്മെൻറ്റ് വെലോസിറ്റി ആണെന്ന് ഇരിക്കട്ടെ, ഉള്ളിലോട്ട് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ സ്വാഭാവികപരമായിട്ടും ഫോഴ്സ് എന്ന് പറയുന്നത് ഈ തരത്തിലാണ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദ ഫോഴ്സ് മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ദ വെലോസിറ്റി ആൻഡ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. Therefore, the direction of induced EMF will be from R to P. That is a very important one. That is, EMF must flow from higher potential to the lower potential.
അതുകൊണ്ട് തന്നെ എപ്പോഴും ഓർക്കുക the R is with the higher potential. So we can say D as the answer. We can move with the question number 5. A wire loop is rotated in a magnetic field. The frequency of change of direction of the induced EMF is. നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് ബി എ കോസ് ഒമേഗ ടി ആൻഡ് ദറ്റ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്നത് അതിനെ നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് എടുത്താൽ നമുക്കിങ്ങനെ എഴുതാം ഒമേഗ ബി എ ആസ് സൈൻ ഒമേഗ ടി. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അപ്പോൾ എപ്പോഴും സൈൻ ഒമേഗയുടെ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കർവ് എന്ന് പറയുന്നത് ഈ തരത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് എന്തുമാത്രം അപ്പോൾ അവിടെ ഒരു പ്ലസ് ഉണ്ട്, ഒരു മൈനസ് ഉണ്ട്, രണ്ട് പ്രാവശ്യം അത് വ്യത്യാസപ്പെടുന്നു എന്നുള്ള കാര്യം മനസ്സിലായി. സോ വി ക്യാൻ ടേക്ക് എ ആസ് ദി ആൻസർ, ട്വൈസ് പെർ റെവല്യൂഷൻ. We can move with the question number 6. A current of 2 ampere flows through a coil of inductance of 5H. The magnetic flux linked with the coil. നമുക്കറിയാം the magnetic flux is equal to that inductance into that current flowing through the coil. So from that we get the value equal to L എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്, കറണ്ട് എന്ന് പറയുന്നത് 2.5 ആംപിയർ ആണ്. So we get the value as 12.5 Weber. And see the next one as the 7th one. Look, a coil of resistance 400 ohm is placed in a magnetic field. The magnetic flux 5 linked with the coil varies with the time t as phi is given as is equal to 50 t square plus 4. The current in the coil at t is equal to 2 seconds is. So phi നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്കറിയാം ഇ എം എഫ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഡി ഫൈ ബൈ ഡി ടി ആണ് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് മൈനസ് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ദാറ്റ് ഫ്ലക്സ് ദാറ്റ് ഈസ് 50 ടി സ്ക്വയർ പ്ലസ് 4 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു സോ 100 ടി എന്നൊരു ആസ്പെക്ട്സിലേക്ക് വന്നു. ഇവിടുത്തെ സമയം 2 സെക്കൻഡ് ആണ്. സോ മൈനസ് 200 ആയിട്ട് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത് ഇ എം എഫ് ഡിവിഷൻ ബൈ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് പറയാം. ഇ എം എഫ് ഇവിടെ 200 ആണ്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 400 ആയിട്ടാണ് തന്നിരിക്കുക. അപ്പോൾ 1/2 ആയിട്ട് മാറി. ദാറ്റ് മീൻസ് 0.5 ആംപിയർ. ദാറ്റ് ഈസ് ദ ആൻസർ. So we get the choice as A. We can move with the question number 8. Here, in a coil of resistance 10 ohm, the induced current developed by change in magnetic flux through it is shown in figure as a function of time. So, നമ്മുടെ current time curve is given. The magnitude of change in flux through the coil in Weber is. So, that is the very important one. നമുക്കറിയാം നേരത്തെ നമ്മുടെ ആദ്യ ക്വസ്റ്റ്യനുകളിൽ വളരെ വ്യക്തതയോടെ പറഞ്ഞ കാര്യമാണ് ഇൻഡ്യൂസ് ചെയ്യുമ്പോഴുള്ള ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡെൽറ്റ ഫൈ ഡിവിഷൻ ബൈ ദാറ്റ് റെസിസ്റ്റൻസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ്. അപ്പോൾ ഇത് പ്രകാരം ദാറ്റ് ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറയുന്നത് ഈസ് അവിടുത്തെ ചേഞ്ച് ഇൻ ചാർജ് ഇൻ ടു ദാറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഇവിടെ കറണ്ട് വേഴ്സസ് ടൈം കർവാണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിച്ചാൽ അവിടെ ഫ്ലോ ചെയ്യുന്ന ചാർജ് നമുക്ക് കിട്ടത്തില്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ദാറ്റ് ബേസ് 0.1 ഇൻറ്റു ദാറ്റ് ഓൾട്ടിറ്റ്യൂഡ് എസ് 4 എന്ന് പറയുമ്പോൾ നമുക്ക് 0.2 എന്ന് പറയുന്ന കൂളംബ് ഓഫ് ചാർജ് ആണ് അവിടെയുള്ളത്. So that is equal to 0.2 into that resistance R is equal to, that is given as is equal to R as 10 ohm. So that is equal to, we get the answer as is equal to 2. That means B as the choice. Look the question number 9. The current I in a coil varies with time as shown in the figure. The variation of induced EMF with the time is. അപ്പം കറണ്ട് വേഴ്സസ് ടൈം കർവാണ് നമുക്ക് ആദ്യം തന്നിരിക്കുക. ഫസ്റ്റ് കേസിൽ ഇവിടെ പറയുന്നത് ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കർവാണ് കിട്ടുന്നത് അല്ലേ. സോ ദാറ്റ് ഈസ് ഐ പ്രൊപ്പോർഷണൽ ടു ടൈം എന്നല്ലേ മീനിങ്. എന്ന് പറയുമ്പോൾ വേരിയേഷൻ ഓഫ് ഐ ബൈ ടി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് എന്നല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ എന്ന് പറയുന്നത് നമുക്ക് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്നല്ലേ നമുക്ക് പറയുന്നത്.
അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഡി ഐ ബൈ ഡി ടി പോസിറ്റീവ് സ്ലോപ്പാണ്, പക്ഷേ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇ എം എഫ് എന്തായിട്ട് വരാം? നെഗറ്റീവ് ആയിരിക്കും, പക്ഷേ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് വളരെ വ്യക്തതയോടെ നമുക്ക് ആ ഒരു ചോയ്സ് വരുന്നത് ഇതായിട്ട് എടുത്തൂടെ. ഇനി അടുത്ത കൺസെപ്റ്റ്, അപ്പോൾ അത് സംഭവിക്കുന്നത് 0 തുടങ്ങി T/4 വരെയുള്ള സമയത്താണ്. അടുത്ത് T/4 തുടങ്ങി നമുക്ക് അടുത്ത സമയം T/2 വരെയുള്ളത് നമ്മൾ എടുക്കുമ്പോൾ അവിടെ ദറ്റ് കറണ്ട് വേരിയേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡി ഐ ബൈ ഡി ടി എന്ന് പറയുന്നത് 0 ആകും. എന്ന് പറയുമ്പോൾ ഇ എം എഫ് ഇൻഡ്യൂസ്മെൻറ്റ് 0 ആയി മാറണം. സോ ദറ്റ് ഈസ് ആൾസോ റൈറ്റ് വൺ. അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ആസ്പെക്റ്റ് എന്ന് പറയുന്നത് T/2 തുടങ്ങി 3 T/4 വരെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വീണ്ടും ഓർക്കേണ്ടത് ഇറ്റ് ഈസ് ഡിക്രീസിങ് ആണ്, സ്ലോപ്പ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഫൈനൽ മൈനസ് ഇനിഷ്യൽ വരുമ്പോൾ ഒരു നെഗറ്റീവ് ഇവിടെ വരുന്നു. അപ്പോൾ നമ്മൾ ഇ എം എഫ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഡി ബൈ ഡി ടി എന്ന് പറയുന്നത് മൈനസ് ഇൻറ്റു അതോടൊപ്പം പ്രൊപ്പോർഷണൽ ടു ടൈം ആണ് അല്ലേ, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പോസിറ്റീവ് വാല്യൂ ബട്ട് കോൺസ്റ്റൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ എ ചോയ്സ് നമുക്ക് വളരെ വ്യക്തതയോടെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 9 the choice is A. We can move with the next one, number 10. A conducting circular loop is placed in a uniform magnetic field B that is given as a point 0.25 Tesla with its plane perpendicular to the loop. The radius of the loop is made to shrink at a constant rate of 1 millimeter per second. The induced EMF when the radius is 2 centimeter is. So that is we needed to find it. നമുക്കറിയാം ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ എന്ന് പറയുന്നത് ബി ഇൻറ്റു ഏരിയ ആണ്. ആ റേഡിയസ് ഉള്ള കോയിൽ ആയതുകൊണ്ട് നമുക്ക് പറയാം ബി ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ. നമുക്കറിയാം ദാറ്റ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡി ഫൈ ബൈ ഡി ടി ആണ്. അപ്പോൾ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ക്യാൻ ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ദാറ്റ് എബവ് റിലേഷൻ. അപ്പോൾ നമുക്ക് ബി ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, കാരണം ഇവിടെ റേഡിയസ് ആണ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ 2r ഇൻറ്റു ഡി ആർ ബൈ ഡി ടി ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ we can just substitute for the magnetic field. The magnetic field എന്ന് പറയുന്നത് 0.025 into that pi into 2 into that radius is given at 2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആയിരിക്കുമ്പോഴാണ്. അപ്പോൾ 2 into 10 to the power of -2 അതിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റി. ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് 1 millimeter per second എന്നാണ് നമുക്ക് തന്നിരിക്കുക. So on solving we get the value as pi into 10 to the power of -6 എന്ന് പറയുമ്പോൾ പൈ മൈക്രോ വോൾട്ട് ആയിട്ട് നമുക്ക് പറയാം. That means the second choice. We can move with the question number 11. A rectangular a square. അപ്പോൾ ആദ്യം ഒരു റെക്ടാങ്കുലർ ആണ്, പിന്നെ അത് പക്ക സ്ക്വയർ ആയിട്ട് മാറി. Then a circular and an elliptical in the xy plane are moving out of a uniform magnetic field with a constant velocity v. The magnetic field is directed along the negative z-axis. The induced EMF during the passage of these loops out of the field region will not remain constant. Constant അല്ലാത്തത് ഏത് എന്നൊക്കെയാണ്. സോ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം that induced EMF will remain constant only in the case of that rectangular and that square loops. In case of these two, circular and the elliptical, the rate of change of area of the loops during the passage out of the field is not constant, that is continuously varying, and hence we can say that induced EMF will not remain constant. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, സോ ഇങ്ങനെയുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഇവ പുറത്തേക്ക് വരുന്ന സമയത്ത് ഓരോ സെക്കൻഡും അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആൻസർ എ ചോയ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. We can move with the question number 12th one. A conducting circular loop is placed in a uniform magnetic field of 0.04 Tesla with its plane perpendicular to the magnetic field. The radius of the loop starts shrinking
at 2 millimeter per second, the induced EMF in the loop when the radius is 2 centimeter. സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഓർത്തിരിക്കേണ്ടത് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ബി ഇൻറ്റു എ ആണ്. നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്ന് പറയുന്നത് ഡി ഫൈ ബൈ ഡി ടി ആണ്. ഇവിടെ റേഡിയസിനാണ് മാറ്റം വരുന്നത്. സോ നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2r ഇൻറ്റു ഡി ആർ ബൈ ഡി ടി ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡായിട്ട് ഇവിടെ 0.04 ആണ് പൈ ഇൻറ്റു ദാറ്റ് 2 ഇൻറ്റു ദാറ്റ് റേഡിയസ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. മീറ്ററിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് 2 മില്ലിമീറ്റർ ആണ് പെർ സെക്കൻഡ്. സോ മില്ലിമീറ്ററിനെ നമ്മൾ ചേഞ്ച് ചെയ്തു. സോ വി ഗെറ്റ് ദ വാല്യൂ ആസ് ഇസ് ഈക്വൽ ടു 3.2 into 10 to the power of -6 pi volt, or we can say 3.2 pi microvolt. We get that D as the choice. We can move with the question number 13. A circular disk of radius 0.2 meter is placed in a uniform magnetic field of induction 1 pi in such a way that its axis makes an angle 60 degree with the magnetic field. The magnetic flux linked with the disk is, so that is we need to find it. നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ബി ഡോട്ട് എ ഓർ ബി എ കോസ് തീറ്റ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് 60 ഡിഗ്രി ആയിട്ടാണ് തന്നിരിക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 1 പൈ ആണ്. ഏരിയ എന്ന് പറയുന്നത് പൈ ഇൻറ്റു റേഡിയസ് സ്ക്വയർ ആണ്. സോ 0.2 സ്ക്വയർ ആണ്. cos 60 as 1/2. Pi ക്യാൻസൽ ആണ്. സോ 2 സ്ക്വയർ as 4.04/2. അപ്പോൾ നമുക്ക് കൃത്യതയോടെ നമുക്ക് 0.02 ദാറ്റ് മച്ച് ഫ്ലക്സ് വെബർ, ആൻഡ് സോ വി ക്യാൻ ടേക്ക് എ ആസ് ദി ആൻസർ. We can move with the question number 14. As a result of the change in the flux linked with to the closed loop shown in the figure, an EMF V volt is induced in the loop. The work done in taking a charge Q coulomb once along the loop is, and keep in mind it is not the equipotential surface. ടോട്ടൽ പൊട്ടൻഷ്യൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വി ആണ്. നമുക്കറിയാം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വർക്ക് ഡിവിഷൻ ബൈ ചാർജ് ആണ് അല്ലേ. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ. ദാറ്റ് മീൻസ് എ ആസ് ദി ചോയ്സ്. വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 15. The magnetic flux through a circuit of resistance R changes by an amount delta phi in a time delta t. The total quantity of electric charge Q that passes any point in the circuit during the time delta t that is represented by. അപ്പോൾ നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ ആണ്. നമുക്കറിയാം ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് വി ക്യാൻ സേ ദാറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്, സോ ഡെൽറ്റ ഫൈ ബൈ ഡെൽറ്റ ടി. ഇനി നമുക്കറിയാം ദാറ്റ് ഇ എം എഫ് എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു ദാറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. ദെൻ ഐ കറണ്ട് എന്ന് പറയുന്നത് ഡെൽറ്റ, ദാറ്റ് ഈസ് ദ ചാർജ് ഡിവിഷൻ ബൈ ദാറ്റ് ടൈമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഡെൽറ്റ ടി ക്യാൻസൽ. സോ ദെയർ ദാറ്റ് ഡെൽറ്റ ക്യൂ ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ആസ് ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഫൈ ബൈ ആർ. ദെയർഫോർ നമുക്കത് സി ചോയ്സ് ആയിട്ട് നമുക്ക് പറയാം. വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 16. A magnetic field of 2 into 10 to the power of -2 Tesla acts right angles to a coil of area 100 centimeter square with 50 turns. The average EMF induced in the coil is 0.1 volt when it is removed from the field in t second. The value of time t is. നമുക്കറിയാം ദാറ്റ് ഇ എം എഫ് ഇ ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ദാറ്റ് ഈസ് മൈനസ് ദാറ്റ് ചേഞ്ച് ഇൻ ഫ്ലക്സ് ഇൻ എ പെർ യൂണിറ്റ് ടൈം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ദാറ്റ് ഈസ് 5 മൈനസ് 5 ദാറ്റ് ബൈ ദാറ്റ് ടൈം. ഇവിടെ ടി സെക്കൻഡ് എന്നാണ് നമ്മളോട് പറയാം. ദാറ്റ് ഈസ് ടി. എന്താണ് ദ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറയുന്നത്? ഇവിടെ റൈറ്റ് ആംഗിളിൽ കോയിൽ ഇരിക്കുമ്പോഴാണ് എന്ന് പറയുമ്പോഴത്തേക്കും
സ്വാഭാവികപരമായിട്ട് നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിളിൽ ഇരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ചെയ്യപ്പെട്ട ആംഗിൾ എന്ന് പറയുന്നത് സ്വാഭാവികപരമായിട്ട് നമുക്ക് 0 ആയിട്ട് എടുക്കേണ്ടി വരുന്നു. അപ്പോൾ cos 0 1 ആയിട്ട് മാറുന്നു. അതാണ് φ1 എന്ന് പറയുന്നത്. പക്ഷേ രണ്ടാമത്തെ കേസ് വരുമ്പോഴത്തേക്കും അത് 90ലേക്ക് പോവുകയാണ്. അപ്പോൾ φ2 എന്ന് പറയുന്നത് അവിടെ 0 ആയിട്ട് മാറുന്നു. സോ ദാറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് NBA cos 0 ആണ്. അപ്പോൾ NB ആയിട്ട് മാറി ബൈ ടൈം. അപ്പോൾ EMF ഇൻഡ്യൂസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് NPA/T ആയിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് വേണ്ടത് ടൈമാണ് അല്ലേ. സോ ടൈം എന്ന് പറയുന്നത് NBA ഡിവിഷൻ ബൈ T EMF E that is equal to 50 terms ആണ് into magnetic field as 2 into 10 to the power of minus 2 and into area എന്ന് പറയുന്നത് 100 into 10 to the power of minus 4 that division by that EMF induced as 10 to the power of minus 1. So that is equal to, see, 50 into 2 as 100 cancel. Here we can say that 100 of 10 raised to minus 2 by 10 raised to minus 1. So 10 to the power of minus 1. That means 0.1 second. That means B നമുക്ക് ആൻസർ ആയിട്ട് പറയാം. We can move with the question number 70. In the circuit of figure, the bulb will become suddenly bright if the contact is made or broken, contact is made, contact is broken, won't become bright at all. അപ്പോൾ അതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ വേരിയിങ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇൻഡ്യൂസ്ഡ് EMFനുള്ള ഒരു സാധ്യത വരുന്നു. പക്ഷെ ദാറ്റ് വിൽ അത് കാണുന്നത് തുടക്കത്തിലും അല്ലെങ്കിൽ സർക്യൂട്ട് ഓപ്പൺ ആക്കുമ്പോഴും സർക്യൂട്ട് ക്ലോസ്ഡ് ആക്കുമ്പോഴും മാത്രമാണ്. പക്ഷേ സ്വാഭാവികപരമായിട്ടും സർക്യൂട്ട് ഓപ്പൺ ആക്കുമ്പോൾ കറണ്ട് ഫ്ലോ വീണ്ടും ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ കറണ്ട് ഫ്ലോ മിനിമം ആയിരിക്കും. പക്ഷേ ക്ലോസ്ഡ് ആക്കുന്ന സമയമാകുമ്പോൾ അവൻ ടെൻസ് ടു 0യെ ഇല്ലാതാക്കുന്ന ഓപ്പൺ ആക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ എന്ന് പറയുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ സർക്യൂട്ട് നമ്മൾ എപ്പോഴാണോ ഓൺ ദ വേയിൽ ഇരിക്കുന്നത് ആ സമയത്ത് നമ്മൾ കീ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഓൺ ദ വെരി നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റ് സ്വാഭാവികപരമായിട്ടും കറണ്ട് ഫ്ലോയ്ക്കെതിരെ ആയിരിക്കും ഇൻഡ്യൂസ്ഡ് EMF വരുന്നത്. ആ ഇൻഡ്യൂസ്ഡ് EMF കൂടെ കൊണ്ട് തന്നെ ടോട്ടൽ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ദാറ്റ് ബൾബ് ബിക്കം മോർ ബ്രൈറ്റ് ആൻഡ് ഹെൻസ് വി ക്യാൻ സേ C as the answer. സോ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലെ 17 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വി ക്യാൻ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. Try to do the maximum MCQs, then only you can take a good rank in the coming entrance exams. Take care. God bless you.